അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഷഫീഖാണ് റിയാദിൽ നിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കുകളെ വിശേഷങ്ങളൊക്കെ? സുഖല്ല, റാഹത്തല്ലേ? ചങ്കളിന്ന് 2-3 ജോബ് വേക്കൻ്റ് ഉണ്ട് കേട്ടോ. അതിൽ 2 ജോബ് വേക്കൻ്റ് നാട്ടിലുള്ള ആൾക്കും 1 ജോബ് വേക്കൻ്റ് സൗദിയിലുള്ള ആൾക്കുമാണ്. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ സൗദിയിൽ ഇപ്പോൾ ഓൾറെഡി സൗദിയിലുള്ളവർ മാത്രം ഡ്രൈവർമാരായിട്ട് നമുക്ക് ജോലിക്ക് ആളാവശ്യമുണ്ടെന്ന് പറയും. അത് എമർജൻസി വേക്കൻസിയാണ്. ചിലപ്പോൾ ഞാൻ സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ വീഡിയോ തന്നെ പറയലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഗ്രൂപ്പ് ഞാൻ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി സൗദിയിലുള്ള ഡ്രൈവർമാർ മാത്രം, ജോലിക്ക് കയറുന്ന ഡ്രൈവർമാർ മാത്രം, തനാസിലാണെങ്കിൽ എന്താണെങ്കിലും ഡ്രൈവർമാർ മാത്രം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വീഡിയോ വാച്ച് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എമർജൻസി വേക്കൻസി വരുന്നല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ വീഡിയോ അവർ വാച്ച് ചെയ്തോണമെന്നില്ല. പിന്നെ കുറേ ആളുകൾ എന്നോട് പിണങ്ങുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് എൻ്റെ കുടുംബം മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യണം. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകളൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട്, യൂട്യൂബിൽ നിന്ന് ഫണ്ട് കണ്ടെത്തിയിട്ട് ജീവിക്കുകയാണെന്നല്ലോ, അല്ലെങ്കിൽ മറ്റുള്ള വരുമാനങ്ങൾ കണ്ടെത്തിയിട്ട്. മറ്റുള്ള വരുമാനങ്ങൾ കണ്ടെത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചെയ്തു തരുന്ന വേക്കൻറ്റുകൾക്കൊക്കെ എനിക്ക് ഒരു ചെറിയൊരു ചാർജ് ഈടാക്കിയാണ്ട് നമുക്ക് നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങൾ ആരും നോ പറയില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു. എനിക്ക് ആരും ഒന്നും പേപ്പറോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ലെവലിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ജോബ് കണ്ടെത്തുന്നതും ബാക്കിയുള്ള ഇവിടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും. ഓരോരുത്തർ മെസ്സേജ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് റീപ്ലൈ അപ്പം തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ വലിയ ആളായി, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് മറ്റേതാണ് മറിച്ചാണ് അങ്ങോട്ട് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നാട്ടിലെ ആളുകൾ, ചില ആളുകൾ പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങളോട് നിർബന്ധിച്ചിട്ട് ആരോടും കാണാൻ പറയണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടു എന്ന് കരുതിയിട്ട് ഈ ഫണ്ടായിട്ട് ഞാൻ പോകില്ല. ആ ഫണ്ടൊക്കെ ഈ യൂട്യൂബ് കൂടെ തന്നെ നമ്മൾ ചിലവഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, വിഷമങ്ങൾ വരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുതേ, പറയരുതേ. കാരണം നമുക്ക് നമ്മളതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. രാത്രിയിൽ എത്ര മണിക്കാണ് വന്ന് കിടക്കണത്, രാവിലെ എത്ര മണിക്കാണ് എണീറ്റ് പോകുന്നത്, ഡ്രൈവർമാരല്ലേ, നമ്മളെ ഫീൽഡ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ജോബ് വേക്കൻസി ഉള്ളത് നാട്ടിലുള്ള ഒരാൾക്കാണ് കേട്ടോ. റിട്ടേൺ ഡ്രൈവറാണ്, എക്സ്പെൻസ് ഉണ്ട്, റിട്ടേൺ ഡ്രൈവറാണ്. 1800 റിയാലാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. റൂമുണ്ട്, ഫുഡില്ല. റിയാദ് റൂട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഭാഷ അറിയണം, ലൈസൻസൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ലോലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് അവരെ കോൺടാക്ട് നമ്പർ ഞാൻ തരുന്നുണ്ട്. രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് മീഡിയം ലൈസൻസ് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കോസ്റ്റർ ബസ് ഓടിക്കാനാണ് കേട്ടോ. അത് സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. കോസ്റ്റർ ബസ് ഓടിക്കാനാണ്, 30 സീറ്റൊക്കെ ഉള്ള ബസ് ഓടിക്കാനാണ്. പിന്നെ സ്കൂൾ ബസ്സാണ് തോന്നുന്നുണ്ട്. നോക്കട്ടെ, മീഡിയം അല്ല, വലിയ ലൈസൻസ് തന്നെയാണ് അയാൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഹെവി ലൈസൻസ് വാലിഡുള്ള, ഇക്കാമയും വാലിഡുള്ള, സൗദിയിൽ തനാസിൽ മാറാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആക്കി അവരെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. സാലറിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരായിട്ട് ഡയറക്റ്റ് സംസാരിക്കുക. തനാസിലും കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതുപോലുള്ള വേക്കൻറ്റുകളൊക്കെ നിങ്ങൾ അറിയുന്ന വേക്കൻറ്റുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ ഈ ജോബ് വേക്കൻസി ഞാൻ പറയുന്ന കോൺടാക്ട് നമ്പർ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ, സൗദിയിലുള്ള ആളുകൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് ഒന്നും പറയല്ല, ഒരു ബാഡ് കമൻറ്റ് ഒരാളും ഷെയർ ചെയ്യലില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ്. നമ്മളിങ്ങനെ ചെയ്യുന്നിടത്തോളം നമുക്കിങ്ങനെ ബാഡായിട്ട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ യൂട്യൂബൊക്കെ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ റാഹത്തായി. ഇന്നലെ നമ്മൾ കഴിഞ്ഞ 2 മാസം മുമ്പേറ്റേ നമ്മൾ ഒരു ലേഡീസിന് ജോബ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ.
ജോലിയൊക്കെ റെഡി ആയിട്ടുണ്ട്, അവർ എക്സാമിന് വേണ്ടിയിട്ട് നാട്ടിൽ പോയതാണ്, വന്നു കഴിഞ്ഞാൽ ആ ജോലിയിൽ ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അറിയാം നമ്മൾ പിന്നെ ഒരു ട്യൂഷൻ എന്തൊക്കെ ഒരു ജോബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പേ. അതുപോലെ തന്നെ നിങ്ങൾ ഏത് വീഡിയോ വാച്ച് ചെയ്തിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കണോ, ഏത് വേക്കൻറ്റിനാണെന്നുള്ളതും കൂടി എന്നോട് പറയണം. എന്നോട് ചില ആളുകൾ പറയും നിങ്ങളാ പറഞ്ഞ ജോബ് വേക്കൻസിയിൽ ആളായി ചോദിക്കും, ഏതാന്ന് പോലും എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വേക്കൻസി ഉള്ളത് നാട്ടിലില്ലൊരാക്കാണ്. മൂന്നാമത്തെ വേക്കൻസി ഉള്ളത് നാട്ടിലില്ലൊരാക്കാം. ഇന്നലെ എത്രങ്ങോരു മെസ്സേജാണ് ഇന്നലെയും മിനിഞ്ഞാത്തെ വീഡിയോ ഒരുപാട് വ്യൂസാണ്. അപ്പോൾ ആളുകൾ ചോദിക്കണം നാട്ടിലില്ല ആൾക്കില്ലേ. നാട്ടിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഷെഫീഖിൻ്റെ കയ്യിൽ വേക്കൻ്റ് വന്നാൽ അത് നമ്മൾ അർഹതപ്പെട്ട ആളിലേക്ക് എത്തിക്കും. ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കില്ല വേക്കൻ്റാണ് നമ്മൾ പറയാൻ പോണത്. നാട്ടിലുള്ള ആൾക്കില്ല വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഡ്രൈവർ ചാൻസ് ഉണ്ട് റിയാദക്ക്. പുതിയ ആളെ വേണ്ട, ഒരു 30-32 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളായിക്കോട്ടെ. പിന്നെ ഇന്ത്യൻ ലൈസൻസ് വേണം, ഒരു ഫോട്ടോസ്, പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് ലാസ്റ്റ് പേജ്. അവരെ കോൺടാക്ട് നമ്പർ ഞാൻ തരണ്ട്. നിങ്ങൾ അവരും കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് കയറി പോരുക. ഷെഫീഖ് ഇതിൻ്റെ ഇടയിലൊന്നും ഉണ്ടാവില്ല. എനിക്ക് നിങ്ങൾ ആരും ഒന്നും തരുവും വേണ്ട. നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ആൾക്കാരെ പ്രൂഫ് എടുത്തിട്ട് നമ്മൾ നേരെ അവർക്ക് സെൻഡാക്കി കൊടുക്കും. അവരെ സെലക്ട് ചെയ്യുന്ന ആളെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ അതിൻ്റെ ഫോട്ടോ ഇടും. അപ്പോൾ ആളിൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നമ്മളിപ്പോൾ മിഞ്ഞാന്നൊരു റിട്ടേൺ ഡ്രൈവർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് സെലക്ട് ആയിട്ടുണ്ട്. അവർക്ക് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഒരു മലയാളി ഷോപ്പിലേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ ചാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ആളുകൾ ഞാൻ സെൻഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ കൺഫേം ആയിട്ടില്ല. കൺഫേം ആയി കഴിഞ്ഞാൽ അവരെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തെനാസിൽ വേക്കൻസികൾ ഇന്നലെ ഒരു 2000 റുപ്യ തെനാസിൽ വേക്കൻസി ഉണ്ടായിരുന്നു. അതിൽ ആളായിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2200 ഒരു ഹൗസ് ഡ്രൈവർ വേക്കൻസി ഉണ്ടായിരുന്നു, ലീവ് വേക്കൻസി. അങ്ങനെ ഒരുപാട് വേക്കൻറ്റുകൾ നമ്മളെ കയ്യിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക, ഞാനിതിൽ തരുന്നത്. എൻ്റെ സൗദി നമ്പറിൽ ആർക്കും നിങ്ങൾ കയ്യിലില്ലവർ ആർക്കും അത് ഷെയർ ചെയ്യാൻ നിൽക്കരുത്, അതിൽ വിളിക്കാൻ നിൽക്കരുത്. ഓൾറെഡി മെസ്സേജ് മാത്രം അയക്കുക കേട്ടില്ലേ. 9895 331 557 9895 331 557. എൻ്റെ എത്രയോ വീഡിയോകൾ വാച്ച് ചെയ്തതിന് ശേഷം ഇന്നലൊക്കെ ആളുകൾ നമ്പർ നോട്ട് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് നിങ്ങളെ നമ്പർ കിട്ടണം. ഒരുപാട് വീഡിയോസ് ഞാൻ വാച്ച് ചെയ്ത് നമ്പർ എഴുതാൻ പറ്റണില്ലാന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പറയാത്രേ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. 9895 331 557. ഓക്കെ, അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജോബ് എന്താണെന്നുള്ളത്. ഞാൻ ഡ്രൈവറാണ്, ഇവിടെ കാറുണ്ട്. അപ്പോൾ ഓട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഷെഫീഖ് ഭായി നിങ്ങളെ വീഡിയോന്ന് നമ്പർ എടുത്തുകൊണ്ട് നിങ്ങളൊരു ഓട്ടം വിളിക്കുകയാണെന്നില്ലേ. നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം നമ്മൾ മറ്റുള്ള ചാർജുകളൊന്നും ഈടാക്കാത്തതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളതായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതാട്ടെ നമ്മളെ കാറ്. നിങ്ങൾ വിളിക്കും ഒരു ഓട്ടത്തിനെന്നുള്ള പ്രതീക്ഷയൊക്കെ നമുക്കുണ്ട്. നമ്മളിപ്പോൾ എന്താ പറയണേന് നമുക്കിപ്പോൾ മടിയൊന്നുമില്ല. നമ്മളിപ്പോൾ തെറ്റായ രീതിയൊന്നുമല്ല, അല്ലെങ്കിൽ ഒരാളത് കക്കാനോ പിടിക്കാനോ ഒന്നല്ല പോണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓട്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നുണ്ടോ. കമ്പനി ഓട്ടങ്ങൾ, അതുപോലെ തന്നെ ഡ്രൈവർ ചാൻസുകൾ, നല്ല ഡ്രൈവർ ചാൻസ് ഉണ്ടെങ്കിൽ ഞാനും കയറാൻ റെഡിയാണ്. കമ്പനിയിലൊക്കെ ഡ്രൈവർ ചാൻസ് ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല, നമ്മൾ എന്ത് ജോലിയും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഇന്ന് നൈറ്റ് തന്നെ യൂട്യൂബിലൊരു വീഡിയോ കൂടി വരാൻ വകുപ്പുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് 11 മണിയായപ്പോൾ 11:30 ആയപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. കാരണം വേക്കൻറ്റുകൾ വന്നിട്ടില്ല, പക്ഷേ എമർജൻസി വേക്കൻസി ആയിട്ടാണ് 1-2 വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് വീഡിയോയിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ പറയും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കും അസ്സലാം എന്ന് പറയാം. ഓക്കെ, കൈഫൽ ഹാൽ കോയിസ്, എന്താണ് സുഖമാണോ ചോദിക്കുമ്പോൾ സന്തോഷം. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ പിന്നെ അറബി വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക. അത്യാവശ്യം സൗദി അറേബ്യയിൽ വന്നിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇന്നലെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു, ഷെഫീഖ് ഭായി ആ ഒരു വീഡിയോക്ക് ഞങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെ അറിയാം, ഒഴിഞ്ഞിരുന്നിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ പിടിക്കും. കുറച്ച് വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ആയിട്ട് ചെയ്യണം. ഈ കാറിൻ്റെ അകത്തിരുന്ന് കണ്ടാൽ ചെയ്യാൻ നടക്കില്ല, റൂമിൽ തന്നെ ഇരുന്ന് ചെയ്യണം. അപ്പോൾ ഇത് ഡ്യൂട്ടിൻ്റെ ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് സപ്പോർട്ട് ചെയ്യാം.